ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗിവ് അവേന്റെ റിസൾട്ടും പിന്നെ കുറച്ച് റീസ്റ്റോക്ക് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് റീസ്റ്റോക്ക് ഐറ്റംസ് നോക്കാം. ആദ്യം വരുന്നത് നമ്മളെ കോൺഫ്ലവേഴ്സ് ആണ്. അതിൽ വന്നിട്ടത് റെഡ്, വൈറ്റ്, ലാവൻഡർ, പിന്നെ ഒരു പീച്ച് ഓറഞ്ച് പിന്നെ പിങ്ക്. ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ട് കുറേ ആയി, അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിങ്കും റെഡും നമ്മളിൽ സ്റ്റോക്ക് കുറേ ആയി സ്റ്റോക്ക് കിട്ടാത്തത്, അപ്പൊ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ബഡ് നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും കുറെ ആൾക്കാർ റിസീവ് ചോദിക്കുന്നതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഇങ്ങനെ തന്നെയാണ് ജാസ്മിൻ ബഡ് വരുന്നത്. അപ്പോ ഇതൊരു പാക്കറ്റിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെയാണല്ലോ, ശരിക്കും നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഇങ്ങനെ 2-3 വട്ടം നമ്മൾ വാങ്ങി സെയിം നമുക്ക് ഏകദേശം ഈ ടൈപ്പ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ പോളൻസ് വന്നിട്ടുണ്ട്. ആദ്യം വന്നത് ഗോൾഡ് ആണ്, പിന്നെ വൈറ്റ്. ഇതൊക്കെ ഒരു ബഞ്ചിന് 12 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഗ്രീന്, പിങ്ക്, ബേബി പിങ്ക് ഇല്ലേ, പിന്നെ ഈ യെല്ലോസ്, ഓറഞ്ച്, 11. ഇതിന്റെ വേറെ കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്. നമ്മളെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മളെ ഗ്രീൻ ടാപ്പ് 15 രൂപന്റെ ഗ്രീൻ ടാപ്പ് മുന്നേ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ അത് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രീൻ ടാപ്പ് 15 രൂപന്റെ തിക്നെസ് കാണിച്ചത് 15 രൂപന്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ടിയാര ഫ്ലവേഴ്സ് ആണ്. അതില് ഇത് യെല്ലോ, മാംഗോ യെല്ലോ, പിന്നെ ബ്രൈറ്റ് യെല്ലോ, പിങ്ക്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഗ്രീന്, വേറെ കളേഴ്സ് ഉണ്ടോ? ഇത്രയും കളേഴ്സ്, റെഡ്. അപ്പം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ്, വൈറ്റ്. അപ്പം ഇതിന്റെ നടുക്കത്തെ ബീഡിന് വ്യത്യാസമുണ്ട്. ഇത് ഗോൾഡ് ആണ്, ഇതിൽ വൈറ്റ് തന്നെയാണ് വരുന്നത്. ഇത് പെർ പീസിന് അഥവാ ഒരു പീസിന് 2 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ക്യാൻവാസ്, റൗണ്ട് ക്യാൻവാസ്. ഇത് സൈസ് 1 സൈസ് 2. സൈസ് 1 സൈസ് 2 ഉള്ളൂ. പിന്നെ ഇതോ സൈസ് 2 തന്നെയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മളെ കാറ്റലോഗിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടിയാര ബീഡ്സ്, നമ്മൾ കുഞ്ഞി ഒരു ഹെക്സഗൺ ടൈപ്പ് വരുന്നത്, കട്ട് ടൈപ്പ് വരുന്ന ടിയാര ബീഡ്സ് ആണ്. 10 ഗ്രാം 12 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മളെ ന്യൂ സ്റ്റോക്ക്, ഇത് പുതിയ സ്റ്റോക്ക് കേട്ടോ. ഒരു കോണ് മാതിരി. ഇത് നമുക്ക് വേണമെങ്കിൽ കമ്മലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളെ ബ്രേസ്ലെറ്റിന് ഹാങ്ങിങ് വേണമെങ്കിൽ കൊടുക്കാം. ടിയാര ഫ്ലവർ ബീഡ്സ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു നല്ലൊരു ഷെൽ ടൈപ്പ് അല്ലേ, ഇതൊരു റെയിൻബോ ഷൈനിങ് ഉണ്ടാവും, ഒരു തിളക്കമുണ്ട്. അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് 10 ഗ്രാം 10 ആണ്. പിന്നെ ഇത് നമ്മൾ ഇതിന്റെ കളേഴ്സ് നമ്മളതിൽ ഉണ്ടായിരുന്നു, വാങ്ങിയവർക്ക് അറിയുണ്ടാവും. 10 ഗ്രാം 20 രൂപയാണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ഇത് വൈറ്റ് മാത്രം കേട്ടോ, അതിന്റെ വൈറ്റ് മാത്രം, നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ നല്ല തിളക്കമുണ്ട്. പക്ഷെ ഇതിന് 10 ഗ്രാം 18 ആണ് റേറ്റ് വരുന്നത്. 10 ഗ്രാം 18. അപ്പൊ ഇത്രയാണ് നമ്മളെ റീസ്റ്റോക്കിന്റെ ഐറ്റംസ് വരുന്നത് അല്ലേ? ഇത്രയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് വരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഗിവ് അവേ വിന്നറാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഗിവ് അവേന്റെ വിന്നേഴ്സിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ 10 പേർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ വിന്നറിനെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷമാണ് സെറ്റ് ചെയ്ത് വെക്കല്. അപ്പൊ 10 ബ്രേസ്ലെറ്റിന്റെ ബീഡ്സിന്റെ കിറ്റാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ പലർക്കും പല ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ. അതിൽ ജെല്ലി ബീഡ്സ് വരുന്നുണ്ട്, മാർബിൾ ബീഡ്സ് വരുന്നുണ്ട്. ഇത് മാർബിൾ ബീഡ്സ് അല്ല, അത് മാറ്റിന്റെ ബീഡ്സ്. ഇത് ക്രാക്കഡ് വരുന്നുണ്ട്, പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ചിലപ്പോ എല്ലാവർക്കും സെയിം തന്നെ ആവൂല, ഡിഫറെന്റ് ആണ്. അതൊരു ഹോളോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടൊരു ഷൈനിങ് വരുന്നത്. പിന്നെ പാക്കറ്റിൽ 3 ഉണ്ട്.
നാലെണ്ണം. അങ്ങനെ 10 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കേണ്ട ബീഡ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും സെയിം ആയിരിക്കൂല, ഡിഫറെന്റ് ആട്ടോ. മാർബിൾ ബീഡ്സ്, ക്രാക്കർ ബീഡ്സ്, പിന്നെ മാറ്റ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വരുന്നതാണ് കിറ്റ് ആയിട്ട് വരുന്നത്. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. 1 2 ഡിഫറൻസ് ഉണ്ട്, നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 ആക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന നമ്മൾ 10 കമന്റ് സെലക്ട് ചെയ്യാന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ചെറിയൊരു ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 8 കമന്റിലൂടെ 8 സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന് റിപ്പീറ്റ് കമന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെയും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഡെയിലി കമന്റ് ചെയ്യുന്നവരെ സെലക്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി പോയിട്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തത് 2 പേരെന്ന് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത 2 പേരെയും കൂടി നമ്മൾ അതിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മൾ ഏത് ഗിവ് അവേ ചെയ്താലും 2 പേരെ അതിലൂടെ സെലക്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത ഗിവ് അവേ അറിയാലോ, നമ്മളെ 4K ആയി കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത ഗിവ് അവേ വരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുക്കാം. അപ്പൊ ഇനി നമുക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് വീഡിയോ. 8 ആളെയാണ് നമ്മൾ ഇതിലൂടെ തിരഞ്ഞെടുക്കുന്നത്. 8 ഉറപ്പല്ലേ? ശരി. വിന്നേഴ്സ് ഇതാ. ഒന്ന് വായിക്ക്. ശ്രീദേവി വിജയകുമാർ 2432 ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് നവ്യ മാത്യു. നിങ്ങൾക്ക് അവനവന്റെ ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നോക്കിയിട്ട് കുഞ്ഞുമോൻ മീത്തി. മൂന്നാമത്തത്. നാലാമത്തത് അഞ്ജു അജു. അഞ്ചാമത്തെ ശ്രീവിദ്യ ബൈജു. പിന്നെ ആറാമത്തെ വാണി അല്ല വനജ. ടി വി. ആച്ച ഹമീദ്. ആയിഷ. ഇത്രയാണ് നമ്മുടെ 8 വിന്നേഴ്സ് വരുന്നത്. 1 2 3 4 5. അപ്പോൾ അവർ നമ്മളെ പിന്നെ വാട്സപ്പ് നമ്പറിൽ ഗിവ് അവേ വിന്നർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അയക്കുക, അഡ്രസ്സ് അയച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് എന്താ പറയുക മെസ്സേജ് അല്ല നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന പിന്നെ 2 പേർക്കും കൂടി നമ്മളിത് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡിയോ ഗോറ്റ് സ്റ്റുഡിയോ കമ്മ്യൂണിറ്റിയാ. കമ്മ്യൂണിറ്റി മേലോട്ട് പോ. അതാ ഇതിൽ വ്യൂ ഓൺ. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നവരെ നമുക്ക് ഇങ്ങനെ ലിസ്റ്റായിട്ട് കാണിക്കും കേട്ടോ. ഇതിൽ അജ്മല 210 ഇങ്ങനെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഇതാ ലാലു EDR. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കമൻറ്റ് ചെയ്തിട്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഫുള്ള് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരാളും നമുക്ക് എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ല എത്ര കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അയച്ച 2 പേർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ഒന്നാമത്തെ ആൾ 501 മെസ്സേജാണ് 504 മെസ്സേജ് അല്ല കമൻറ്റ് അയച്ചിട്ടുണ്ട്. അവരാണ് ഒന്നാമത്തെ വിന്നറ്. രണ്ടാമത്തെ വിന്നർ അജ്മല TK 210. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് താഴെയാണ് ബാക്കി എല്ലാവരും വരുന്നത്. 201 രണ്ടാളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 2 ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. 504 അയച്ച ലാലു EDRഉം പിന്നെ അജ്മല TK. ഇവർ 2 പേരും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഗിവ് അവേ വിന്നറാണെന്ന് പറഞ്ഞു. അപ്പം ഇവരടക്കം ടോട്ടൽ 10 ആൾക്കാർ ഗിവ് അവേ വിന്നേഴ്സ് ആയിട്ട്. അപ്പോൾ വിന്നേഴ്സിനെല്ലാം കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതിൽ കിട്ടാത്തവര് വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഗിവ് അവേയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാത്തവർക്ക് ഇനിയും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.